ഇത് മാത്രമേ ഉള്ളൂ. മുന്താണീൻ്റെ അവിടെ ഇത് മാത്രം. उठी बनी ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മുടെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ഒതുക്കലും പെറുക്കലൊക്കെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ പഴയ അടുക്കള കണ്ടില്ലേ, അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ കടയിലേക്കുള്ള സാധനങ്ങളാണ്. ട്രിഗ വീട്ടിലെ നമ്മുടെ കടയിലേക്കുള്ള മെഡിസിൻസാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇതാ എൻ്റെ പഴയ അടുക്കളയാണ്. അപ്പോൾ താഴെ ഫുള്ള് സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ്. ഇതാ ഇവിടെ നിന്നൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പൊക്കി വെച്ചിരിക്കുന്നതാണ് നല്ല ഭംഗിയില്ല ഇങ്ങനെ. അപ്പോൾ അതൊന്നും എടുത്തതാണ് ചുമ്മാ. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ബിസിനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചാണ്. അപ്പോൾ തമ്പനിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലോഡ് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ വന്നത്. ഇതാണ് ഇപ്പോൾ സ്റ്റോക്കൊക്കെ വെക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങളുടെ മുകളിലേക്ക് താമസം മാറിയപ്പോൾ താഴെയാണ് എല്ലാ സ്റ്റോക്കൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് എന്താണെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ വിഭാഗമാണ്. പെസ്റ്റിസൈഡ് ആൻഡ് ഫെർട്ടിലൈസർ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ യൂറിയ, പൊട്ടാസ്യം ഒക്കെ ഇല്ലേ, വളം. അപ്പോൾ വളത്തിൻ്റെ ഹോൾസെയിലിംഗ് കടയാണ് നമ്മുടേത്. ഗവൺമെൻറ്റിൻ്റെ അംഗീകാരമുള്ള ലൈസൻസൊക്കെ എടുത്തിട്ടുള്ള ഇതാണ്. അപ്പം ഇവിടെ ഒഡീഷയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൃഷികളുണ്ട്. കൃഷികൾ ഇവിടെ നമ്മുടെ ചെറിയൊരു ടൗൺ ആണെങ്കിൽ കൂടി ആ ടൗണിൽ തന്നെ ഉണ്ട്. ഒരു 6-7 കടയാ മറ്റേ ഉണ്ട്. അപ്പോൾ ഇത് ഒഡീഷയിൽ നല്ല കാലാവസ്ഥയാണ്. നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ തന്നെയാണ്. പിന്നെ കേരളത്തെക്കാൾ കൂടുതൽ ഒരുപാട് കൃഷികളുണ്ട്. എല്ലാതരം നമ്മളെ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള ഉഴുന്ന് പരിപ്പ്, ചെറുപയർ പരിപ്പ്, മുതിര, എള്ള്, വെളുത്തുള്ളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, അങ്ങനെ നമ്മളവിടെ കാണാത്ത എല്ലാ കൃഷികളും, ഒന്നും ഒഴിവാക്കാൻ പറ്റാത്ത പോലെ എല്ലാ കൃഷികളും ഇവിടെയുണ്ട്. അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ വെക്കാം. ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ലോഡ് ഇറക്കി വണ്ടി പോവുകയാണ്. അപ്പോൾ അത് മോനാണ് എടുത്തത് വീഡിയോ. ഞാൻ താഴേക്ക് പോയില്ല. ലോഡെല്ലാം ഇറക്കി വണ്ടി പോയി. അപ്പം ഞാനിനി കാണിച്ചു തരാം. എൻ്റെ ഹാളിലൊക്കെ വെച്ചിരിക്കുന്നതാണ്ടോ, ഫുൾ സാധനങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ മുകളിലേക്ക് ഷിഫ്റ്റ് ആയല്ലോ. അപ്പോൾ ഒന്നും ഞങ്ങളുടെ TV പോലും മാറ്റിയിട്ടില്ല. അതൊക്കെ പിന്നീട് മാറ്റാമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഉണ്ട്. നമ്മൾ ഒതുക്കലും പെറുക്കലും ഇതുവരെ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി നമ്മൾ കുറച്ച് അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ കാണിച്ചതാണ്. ഇത് എൻ്റെ അടുക്കളയിൽ വെച്ചിരിക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് കാണിച്ചല്ലോ. ഇത് ചെടികൾക്ക്, വെജിറ്റബിളിന് ഇടുന്ന വിറ്റാമിൻ മെഡിസിനാണ്. അങ്ങനെ കുഴപ്പമുള്ള വിഷമൊന്നുമല്ല കേട്ടോ, നല്ല സാധനങ്ങളാണ്. മഴ അവർ ലോഡൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ മുകളിൽ പണി തുടങ്ങി. അപ്പോൾ ഇന്ന് അലമാരയിൽ എല്ലാം ഒതുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് മുമ്പെടുത്ത വീഡിയോ ആണ്. ഞാൻ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്ത് ഇടാൻ. അപ്പോൾ ഇന്ന് കുറച്ച് ഒതുക്കലൊക്കെയാണ്. അപ്പോൾ ഞാനെല്ലാം എടുത്ത് വെക്കുമ്പോൾ ഞാൻ സാരിയൊക്കെ കാണിച്ചായിരുന്നേ. സാരിയൊക്കെ എടുത്ത് എല്ലാം ഒതുക്കി പെറുക്കി വെക്കുമ്പോൾ മാളു പറഞ്ഞാൽ നമുക്കിതൊന്ന് വീഡിയോ എടുക്കാം, അമ്മേൻ്റെ കല്യാണ സാരിയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് വീണ്ടും നമ്മൾ ഓരോന്ന് എടുത്തതാണേ. അപ്പോൾ നമ്മുടെ ഇവിടത്തെയും അവിടത്തെയൊക്കെ കല്യാണത്തിൻ്റെ സാരികളും അങ്ങനെ കുറച്ച് ചെറിയൊരു സാരി കളക്ഷനും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ കല്യാണ സാരി. നമ്മളെ കേരളത്തിലെ അവിടുത്തെ കല്യാണത്തിന് എടുത്ത, കേരളത്തിലെന്ന് പറയാൻ കാരണം ഇവിടെ ഒഡീഷയിലും കേരളത്തിലും ഒക്കെ 2 ഇതായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്ത കല്യാണ സാരിയാണ്. അത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് കളറായിരുന്നു മെറൂണ്.
അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത കല്യാണ സാരിയാണ്. 17 വർഷമായി. ഇപ്പം അങ്ങനെ ആ സാരി അങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അതൊക്കെ എടുത്തതാണ്. ഇതാണ് ഒഡീഷയിൽ ഇവിടുത്തെ ഫംഗ്ഷൻ ഇവിടുത്തെ കല്യാണ സാരി. അപ്പോൾ രണ്ടിടത്തും 2 ആചാരപ്രകാരം കല്യാണം ഉണ്ടായിരുന്നു. ഒഡീഷയിലും ഉണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒഡീഷയിലെടുത്തതാണ്. ഇവിടെ റെഡ്, യെല്ലോ, ഓറഞ്ച് ഒക്കെയാണ് ഇവിടുത്തവർക്ക് കല്യാണത്തിന് പൊതുവേ എടുക്കുന്ന സാരി. നമ്മളവിടെ പൊതുവേ മെറൂണൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് രണ്ടാണ് ഇവിടുത്തെ രണ്ടിടത്തെയും കല്യാണ സാരി. നല്ല ഭംഗിയുള്ള സാരിയാണ്. കുറേ വർഷമായില്ലേ. ഇപ്പോൾ പല പല മോഡലും പുതിയ ഫാഷനൊക്കെ വന്നല്ലോ. നമ്മൾ പണ്ടത്തെ ഇതല്ലേ, ഒരുപാട് വർഷമായില്ലേ. അത് ചുമ്മാ അലമാരയിൽ വെച്ചിരിക്കുകയല്ല, അതൊക്കെ എടുക്കുക, സാരി കളക്ഷനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മാള് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. ഞാൻ കല്യാണത്തിന് മുമ്പ് എടുത്ത ഒരു സാരിയാണ് ഇത്. ഞാൻ ആർക്കും കൊടുത്തില്ല, കുറേ സാരി ഉണ്ട്, എല്ലാവർക്കും കൊടുത്തു. പക്ഷെ ഈ ഒരു സാരി മാത്രമാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഉണ്ടായത് വെച്ചത്. കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സാരി. ഇതിന്റെ കളറും ഇത് തമിഴ്നാട്ടിൽ നിന്ന് എടുത്തതാണ്. കുഞ്ഞതാണ്, തീരെ പാകമാവില്ല, ചെറുതാണ്. കണ്ടില്ലേ, ഈ കളറും ഈ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പണ്ടത്തെ ഒരു ഫാഷനായിരുന്നു ഇത്. അന്നത്തെ പട്ടുസാരിയാണ്. അപ്പോൾ ഇത് ഞാൻ മാളുവിനെ വെറുതെ ഉടുപ്പിച്ചതാണ്. കണ്ടില്ലേ, സിമ്പിൾ സാരിയാണ്. പക്ഷേ നല്ല കടലാസ് പൂവിൻ്റെ കളറാണ് കേട്ടോ. നമ്മളെ കടലാസ് പൂവിൻ്റെ ആ മജന്ത, അത്ര കടുത്ത മജന്തയല്ല, പക്ഷെ നല്ല ഭംഗിയുള്ള സ്മൂത്തായിട്ടുള്ള നല്ലൊരു സാരിയാണ്. പക്ഷെ അതിൻ്റെ ബ്ലൗസൊക്കെ അന്ന് തടിയില്ലാതെ മെലിഞ്ഞിട്ടായിരുന്നു അന്ന് എടുത്ത, കല്യാണത്തിന് മുമ്പ് എടുത്ത സാരി ആയതുകൊണ്ട് ബ്ലൗസ് കറക്റ്റ് പാകമല്ല. മോളും കുറച്ച് ഹെൽത്തി ആയതുകൊണ്ട് മോക്കും പാകമല്ല ബ്ലൗസ്. പക്ഷേ മോളെ സാരിയൊക്കെ ഒന്ന് വെറുതെ ചുമ്മാ എടുത്തതാണ്. നാശാക്കുന്നത് കൊണ്ട് പിന്നെ ഇതും എൻ്റെ ഒരു സിമ്പിൾ സാരിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സാരി കിട്ടണമെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയി സാരി ഇട്ടിട്ട് നല്ല തിളക്കാണ്. സൈഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. സാരി കളക്ഷനൊക്കെ കാണിക്കുകയാണെങ്കിൽ കുറേ ഉണ്ട്. പക്ഷേ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് 2-3 സാരികൾ കാണിച്ചെന്നേ ഉള്ളൂ. ഫുള്ള് കാണിക്കുകയാണെങ്കിൽ ഈ ഇന്നത്തെ വീഡിയോ തീരില്ല. പിന്നെ നമ്മളെ കേരളത്തെക്കാളും പൊതുവേ ഇവിടെ ഒഡീഷയിൽ നല്ല നല്ല സാരികളൊക്കെ ഉണ്ട്. കോട്ടൺ സാരി ആയാലും ഞാൻ ഒരിക്കലും ഷോറൂമിൽ കോട്ടൺ സാരി എടുക്കാൻ പോയി അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. നല്ല നല്ല സാരികൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളവിടത്തേക്കാളും ഇവിടെ നല്ല ഭംഗിയുള്ള സാരികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതെല്ലാം സാരിയൊക്കെ എടുത്ത് മടക്കി വെക്കുമ്പോൾ ഒന്ന് ചുമ്മാ വീഡിയോ എടുത്തതാണ്. അപ്പം നമ്മൾ സമയം കിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ ഒതുക്കലും പെറുക്കലൊക്കെയാണ് ഞങ്ങളൊക്കെ എടുത്ത് വെച്ച്. ഇനിയുണ്ട്, താഴെ അലമാരയിലുണ്ട് സാധനങ്ങൾ. നമ്മളെ താഴത്തെ ബെഡ്റൂം അതുപോലെ ഉണ്ട് കേട്ടോ. അവിടെ സ്റ്റോക്കൊന്നും വെച്ചിട്ടില്ല. അപ്പം നമ്മൾ സമയം കിട്ടുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെച്ചപ്പോൾ അത് കല്യാണ സാരിയൊക്കെ എടുത്തപ്പോൾ ആള് പറഞ്ഞതാണ് അത് നമുക്കൊന്ന് കാണിക്കാമെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, എൻ്റെ വീഡിയോ എന്നും ഈവനിങ് 5 o'clockലാണ് വീഡിയോ ഇടുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് എൻ്റെ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എവിടെയും പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കൊച്ചു വീഡിയോയും ലൈഫും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ മാളുവിൻ്റെ 10th ആണ്. അപ്പോൾ അവൾക്ക് പഠിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുറത്ത് പോകാനും പറ്റില്ല. പിന്നെ വീഡിയോ ഒക്കെ മാളുവിനെ കൊണ്ട് എടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അവൾക്ക് പഠിക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒന്ന് ഒതുങ്ങി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. Bye. Next video.